എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പടവുകളിലേക്ക് സ്വാഗതം. ഇന്ന് പടവുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ചാർട്ടേഡ് അക്കൗണ്ടൻസിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫീൽഡിൽ 10-ലധികം വർഷം പരിചയസമ്പത്തുള്ള തക്കിയുദ്ദീൻ സാറിനെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. സർ, പടവുകളിലേക്ക് സ്വാഗതം. എന്താണ് ആക്ച്വലി ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഫീൽഡ്? ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഹൈ പ്രഷർ രംഗത്ത് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് രംഗത്ത് ടെക്നിക്കൽ സ്കില്ല് പകർന്നു കൊടുക്കുന്ന ഒരു പ്രൊഫഷനാണ് ആക്ച്വലി ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഈ കോഴ്സ് കഴിഞ്ഞ ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിപ്പം സാധാരണ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നൊക്കെ പറയുമ്പം ബുദ്ധിജീവികൾ മാത്രം കയറി ചെല്ലാവുന്ന ഒരു ഫീൽഡ് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ സാധാരണയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോൾ നല്ല ഒരു IQ ലെവലൊക്കെ ഉള്ളൊരു ഒരാൾ എന്നുള്ളതാണ്. അത് ആക്ച്വലി അതൊരു തെറ്റിദ്ധാരണയാണോ? അതല്ല, സാധാരണ ഒരു ആൾക്കും ഇത് ചെയ്യാവുന്ന ഒരു കോഴ്സാണോ? ഇത് ബുദ്ധിജീവികളെന്നല്ല, ഏത് സാധാരണക്കാരനും. ഇപ്പോൾ എനിക്കറിയുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള 50% +2 മാർക്ക് ലഭിച്ച ആളുകളടക്കം ഇതിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് എക്സ്ട്രാ ഓർഡിനറി അല്ല വേണ്ടത്. ഇതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അയാളുടെ കരിയറിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് വരാൻ. അപ്പം മാത്സും കൊമേഴ്സും ഒന്നും പഠിച്ചിട്ട് വരണം എന്നില്ല, ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും നമുക്ക് ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും ഇത് ശരിക്കും എന്താണ് SLC കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കോഴ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് പക്ഷേ എൻട്രി ലെവൽ ടെസ്റ്റ് ഉണ്ട്. SLC കഴിഞ്ഞ് പിന്നെ +2 കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ +2 എക്സാം അപ്പിയർ ചെയ്തതിന് ശേഷം മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻട്രി ടെസ്റ്റ് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ +2 അല്ല, ഒരു ഡിഗ്രി PG ലെവലൊക്കെ കഴിഞ്ഞിട്ട് CA ചെയ്യുന്നവരുണ്ടല്ലേ? ഡിഗ്രി, അതായത് പുതിയ സ്കീം ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഡിഗ്രി തുടക്കത്തിൽ ഇതിൻ്റെ ഒരു കോഴ്സ് ഒറിജിൻ ലെവൽ ഇങ്ങനെ അനലൈസ് നമ്മൾ വരികയാണെങ്കിൽ നേരത്തെ ഡിഗ്രി കഴിഞ്ഞിട്ടായിരുന്നു ഇതിലേക്ക് വന്നിരുന്നത്. അതിനിടയിൽ +2 കഴിഞ്ഞ് വരുന്നൊരു ട്രെൻഡ് വന്നു. പിന്നെ വീണ്ടും എന്ത് ചെയ്തു, ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്കും +2 ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് അപ്പിയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ബോഡി എന്ത് ചെയ്തു, അവരുടെ കൗൺസിലുണ്ട്, കൗൺസിൽ തീരുമാനമെടുത്ത് ഡയറക്റ്റ് എൻട്രി സ്കീം എന്ന് പറയുന്ന ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനും എന്ത് ചെയ്തു, ടെസ്റ്റ് എഴുതാതെ തന്നെ എത്ര ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഇതിലേക്ക് എൻട്രി ലെവൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും ടെസ്റ്റ് എഴുതേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എൻട്രി ലെവൽ ക്വസ്റ്റ്യൻസ് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും? എൻട്രി ലെവൽ നേരത്തെ പറഞ്ഞ ഡിഗ്രിക്ക് പഠിക്കുന്ന മൊറോലെസ് ഡിഗ്രിക്ക് പഠിക്കുന്ന അതേ സബ്ജക്റ്റ് തന്നെ ആയിരിക്കും എവിടെ വരുന്നത്, ഈ പറയുന്ന ഈ ഫസ്റ്റ് എൻട്രൻസ് ലെവലിൽ വരുന്നത്. എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ എൻട്രൻസ് മോഡൽ ടെസ്റ്റാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് പോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റാണ്. പക്ഷേ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും റാങ്കിങ് സിസ്റ്റത്തിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് മാർക്ക് അച്ചീവ് ചെയ്ത ഒരാൾക്കും ഏതൊരാൾക്കും ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാൻ പറ്റും. ആ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ സ്റ്റേജ് തുടങ്ങുന്നുള്ളൂ. ഇതിൽ ശരിക്കും അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വ്യത്യസ്ത ലെവലുകൾ വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രി ലെവൽ വരുന്നത്. എൻട്രി ലെവൽ +2 കഴിഞ്ഞ ഒരാൾ CPT അല്ലെങ്കിൽ കോമൺ പ്രൊഫിഷ്യൻസി കോഴ്സ്, ആ ഒരു സ്ട്രീമിൻ്റെ കോഴ്സിൻ്റെ പേര്. പക്ഷേ ടെസ്റ്റിന് നമ്മൾ വിളിക്കും കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ മാർക്കറ്റിലൂടെ അങ്ങനെ നമ്മൾ തെരുവിൽ നടക്കുകയാണെങ്കിൽ ആഡ് കാണാൻ പറ്റും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും CPT എന്ന് പറയുന്നത്. ഈ CPT എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ്. നെക്സ്റ്റ് ഇതേ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ CPT കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രിക്ക് 55% കൊമേഴ്സ് സ്ട്രീമിൽ നിന്നുള്ള ആളുകൾ, അത് നോൺ കൊമേഴ്സറാണെങ്കിൽ 60%. വേറെ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്വാളിഫൈ ചെയ്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ സ്റ്റേജ് തുടങ്ങാണ്. സ്റ്റേജ് തുടങ്ങാന്ന് പറഞ്ഞാൽ CPT ക്വാളിഫൈ ചെയ്ത ഒരാളും അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി വഴി, അതായത് ഡിഗ്രി കഴിഞ്ഞ ഒരാൾ വരികയാണെങ്കിൽ അയാൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് കോഴ്സാണ്. ഇന്റർമീഡിയറ്റ് കോഴ്സ് അതിൻ്റെ കണ്ടീഷൻ ഇത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് വെച്ചാൽ എക്സാം അപ്പിയർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാം വരുന്ന മാസത്തിൻ്റെ ഫസ്റ്റ് ഡേയിൽ, ഫസ്റ്റ് ഇപ്പോൾ നവംബർ ആണ് എക്സാം വരുന്നെങ്കിൽ 1 നവംബറിൽ 8 മന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോഴ്സിൻ്റെ എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും. എനിവേ ഇതിൽ ഇന്റർമീഡിയറ്റ് കോഴ്സ് അതിൻ്റെ കൂടെ അയാൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് വേൾഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ട്രെയിനിങ് 100 hours മാൻഡേറ്ററി ആയിട്ട് അയാൾ എന്ത് ചെയ്യണം, അപ്പിയർ ചെയ്യണം. എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഈ ഇന്റർമീഡിയറ്റ് കോഴ്സിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് കോഴ്സ് എക്സാം ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് വരുന്നുണ്ട്.
അപ്പോൾ ഈ ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇയാൾ എന്ത് ചെയ്യണം, ഇൻഫർമേഷൻ ടെക്നോളജി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം 100 hours. ഇനി ഒപ്പം തന്നെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്. കാരണം ശരിക്കും ഇത് ഒരു എന്താ പറയുക, ഡിസ്റ്റൻസ് മോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ക്യാമ്പസുകളിൽ പോയിട്ട് പഠിക്കാത്തത് കൊണ്ട് തന്നെ ഇയാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇത് കൺഫേം ചെയ്യാൻ അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു 35 മണിക്കൂർ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. അതിൽ വരുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കോമ്പണന്റ് ആണ്. ഇതൊക്കെ ആരെ മോണിറ്റർ ചെയ്യുന്നത്? ഇത് മോണിറ്റർ ചെയ്യുന്ന എന്താണ് റെഗുലേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഇവർക്ക് മേലെ ഇവരെ കൺട്രോൾ ചെയ്യാൻ ശരിക്കും ഇവിടെ ഒരു ആക്ട് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് 1949 ഉണ്ട്. ഇനി അതിന് വേറെ റെഗുലേഷൻ തന്നെ ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ട്സ് റെഗുലേഷൻ 1988 ഉണ്ട്. ഇതിന് അമെൻമെന്റ് ആവശ്യാനുസരണം എന്ത് ചെയ്യും, കൗൺസിൽ കൂടും, പാർലമെന്റ് എന്ത് ചെയ്യണം, അപ്രൂവ് ചെയ്യണം. ഇവരാണ് ശരിക്കും, ഇത് ഡൽഹി ബേസ്ഡ് ആണ്, ഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇതിന് പ്രസിഡന്റ് ഉണ്ടാവും, വൈസ് പ്രസിഡന്റ് ഉണ്ടാവും, കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ടാവും. ഇവരാണ് ഇതിന് എക്സാം കണ്ടക്ട് ചെയ്യാൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയില്ലെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ വരുന്നത്. ഇവിടെ എവിടെയൊക്കെയുള്ളത്? കോഴിക്കോട്, കേരളത്തിലും എവിടെയൊക്കെയുള്ളത്? അത് കേരളത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താണ് ബ്രാഞ്ചുകളുണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് 4 റീജിയണിലും ഹെഡ് ഓഫീസ് ഉണ്ട്. 4 റീജിയനിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സദേൺ റീജിയൻ എടുക്കുകയാണെങ്കിൽ ചെന്നൈ ആയിരിക്കും, നോർത്തേൺ ആണെങ്കിൽ അതായത് ഡൽഹിയിലുണ്ട്, അതുപോലെ തന്നെ മുംബൈ ഉണ്ട്. അങ്ങനെ ഓരോരോ റീജിയൻ അനുസരിച്ച് ഹെഡ് ഓഫീസ് ഉണ്ട്. ബ്രാഞ്ചുകളുണ്ട്. കാലിക്കറ്റിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, എറണാകുളത്ത് വേറൊരു ബ്രാഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ തൃശ്ശൂരുണ്ട്, കണ്ണൂരുണ്ട്, കോട്ടയുണ്ട്. കേരളത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പുറത്ത് അബ്രോഡും ഉണ്ട്, ഇന്ത്യക്ക് പുറത്തും ഇതിനുണ്ട്, ദുബായിലുണ്ട്, അങ്ങനെയുള്ള ഡിഫറെന്റ് എന്താണ് കൺട്രീസിലും അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. കോഴിക്കോടും ഒക്കെ ഉള്ള എത്ര സീറ്റ്സ് ഉണ്ടാവും? ഇതിന് അങ്ങനെ നമ്പർ ഓഫ് സീറ്റ്സ് ഇല്ല, അങ്ങനെ ഒരു കൗണ്ടേ ഇല്ല. ആർക്കും ഇതിലേക്ക് എൻ്റർ ചെയ്യാം. അത് നേരത്തെ പറഞ്ഞു, ശരിക്കും +2 മാർക്ക് എത്രയെന്നുള്ളതല്ല, +2 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് അപ്പിയർ ചെയ്യാം. ആ ടെസ്റ്റ് അപ്പിയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, thousands അല്ലെങ്കിൽ 10,000 ആളുകൾ എന്ത് ചെയ്യും. ഈ 10,000 ആൾക്കൊക്കെ ഇപ്പോൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാലും ഇവർക്കൊരു ക്ലാസ് ആയിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നില്ലേ? അതിന് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് കോച്ചിങ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പ്രൈവറ്റ് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് കോച്ചിങ് സെന്റേഴ്സ് നേരത്തെ ഇല്ലാത്തതായിരുന്നു ഈ കോഴ്സ് പോപ്പുലർ ആയിട്ട് അറിയാത്തത്. കാരണം ആളുകളൊക്കെ ഇതെന്തും നേരത്തെ ഒരു മിസ്കൺസെപ്റ്റ് ആണത്. അതെന്ന് ആളുകളൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിജീവിയായിട്ടുള്ള നല്ല ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കണം എന്ന് നേരത്തെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മൊത്തം സൊസൈറ്റിയുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണയാണ് ഈ കോഴ്സിലേക്ക് ആളുകൾ ജോയിൻ ചെയ്യാൻ പക്ഷെ എന്താണ് ഏതൊരു അർത്ഥത്തിൽ അതിന്റെ %% ഇതൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നു ഭയപ്പെടുത്തുന്നത്. കമ്മ്യൂണിറ്റി സൊസൈറ്റിയുടെ ഈ എന്താ പറയുക, ഈ ആറ്റിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് എന്ത് ചെയ്യും, എല്ലാ ആളുകളും വരാറാണ്.